നമസ്കാരം, ET മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടയിലുള്ള ഒരു വലിയ പേടിയാണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ജോലി ഇല്ലാതാകുന്ന കാലത്ത് എങ്ങനെ ജീവിക്കും? മക്കളുടെ കയ്യിൽ നിന്ന് പണം ചോദിക്കേണ്ടി വരുമോ? ഇങ്ങനെ 100,000 ആകുലതകൾ നമുക്കുണ്ട്. എന്നാൽ 30കളിലോ 40കളിലോ തന്നെ റിട്ടയർമെന്റ് ജീവിതം സെറ്റിൽഡ് ആക്കാൻ പറ്റിയ ഒരു വിദ്യയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനെയാണ് സാമ്പത്തിക ലോകം കോസ്റ്റ് ഫയർ എന്ന് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ വലിയ ഗമയൊക്കെ തോന്നുമെങ്കിലും സംഗതി വളരെ ലളിതമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ടെൻഷൻ ഇല്ലാതെ തന്നെ നേരത്തെ റിട്ടയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് 60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പണിയെടുത്താലേ സമാധാനമായി വിശ്രമിക്കാൻ പറ്റൂ എന്നാണ്. എന്നാൽ ആ ധാരണ മാറ്റാൻ സമയമായി. കോസ്റ്റ് ഫയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിട്ടയർമെന്റിന് ആവശ്യമായ ഒരു തുക കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കി മാറ്റിവെക്കുക എന്നതാണ്. ആ തുക പിന്നീട് നിക്ഷേപങ്ങളിൽ കിടന്ന് തന്നെ വളരും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഫണ്ടിലേക്ക് 1 രൂപ പോലും അധികം ഇടേണ്ടി വരില്ല. നിങ്ങളുടെ നിക്ഷേപം തനിയെ വളർന്ന് നിങ്ങൾ വിരമിക്കുന്ന കാലത്തേക്ക് വേണ്ട കോടികൾ അവിടെ റെഡി ആയിട്ടുണ്ടാകും. ഇവിടെ പലർക്കും വരുന്ന ഒരു സംശയമാണ്, നമ്മൾ കേട്ട് ശീലിച്ച നോർമൽ ഫയർ അഥവാ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ എയർലി എന്നതും ഈ കോസ്റ്റ് ഫയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അനുയോജ്യമായ വഴി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. സാധാരണ ഫയർ രീതിയിൽ നിങ്ങൾ ലക്ഷ്യമിടുന്നത് ഒരു വലിയ തുകയുണ്ടാക്കി ആ നിമിഷം തന്നെ ജോലി രാജിവെച്ച് വിശ്രമ ജീവിതം നയിക്കാനാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭം കൊണ്ട് മാത്രം ബാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിന് വളരെ വലിയൊരു തുക ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പാദിക്കേണ്ടി വരും. പലർക്കും ഇത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ കോസ്റ്റ് ഫയർ അല്പം കൂടി ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ നിങ്ങൾ ജോലി നിർത്തുന്നില്ല, പകരം നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്തേക്ക് വേണ്ട പണം മാത്രം നേരത്തെ തന്നെ നിക്ഷേപിച്ച് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം നിങ്ങളുടെ നിത്യ ചെലവുകൾക്ക് വേണ്ട പണം കണ്ടെത്താൻ മാത്രം ജോലി ചെയ്താൽ മതി. അതായത് വീട്ടുവാടക, ഭക്ഷണം, യാത്രകൾ എന്നിവയ്ക്കുള്ള പണം മാത്രം നിങ്ങൾ ജോലിയിലൂടെ ഉണ്ടാക്കുന്നു. റിട്ടയർമെന്റിന് വേണ്ടി ഇനി പണം മാറ്റിവെക്കേണ്ട എന്ന ബോധ്യം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് കുറഞ്ഞ ശമ്പളമാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു ജോലിയിലേക്ക് മാറാൻ കോസ്റ്റ് ഫയർ നിങ്ങളെ സഹായിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. രാഹുൽ എന്ന ഒരു 25 വയസ്സുകാരനെ സങ്കല്പിക്കുക. രാഹുൽ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സ്വരുക്കൂട്ടി ഒരു നല്ല ഇൻഡെക്സ് ഫണ്ടിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിച്ചു എന്ന് കരുതുക. ഏകദേശം 12% വാർഷിക ലാഭം കിട്ടുന്ന ഒരു ഫണ്ടാണെങ്കിൽ അടുത്ത 30 വർഷത്തേക്ക് രാഹുൽ ഈ പണത്തിൽ തൊടുന്നില്ല. രാഹുലിന് 55 വയസ്സാകുമ്പോൾ ഈ 10 ലക്ഷം രൂപ ഏകദേശം 3 കോടി രൂപയ്ക്ക് മുകളിൽ വളർന്നിട്ടുണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 25-ാം വയസ്സിന് ശേഷം രാഹുൽ തന്റെ റിട്ടയർമെന്റിന് വേണ്ടി 1 പൈസ പോലും അധികമായി നിക്ഷേപിച്ചിട്ടില്ല എന്നതാണ്. ഇതാണ് കോസ്റ്റ് ഫയറിന്റെ മാജിക്. രാഹുലിനി തന്റെ ബാക്കി ജീവിതം സമാധാനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. വലിയ ശമ്പളമുള്ള കോർപ്പറേറ്റ് ജോലികൾക്ക് പിന്നാലെ ഓടി സ്ട്രെസ് അനുഭവിക്കേണ്ട കാര്യമില്ല. തന്റെ ഹോബിയോ ഇഷ്ടമുള്ള ചെറിയ ബിസിനസ്സോ ചെയ്ത് അന്നത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കാരണം 55 വയസ്സ് കഴിഞ്ഞാൽ വേണ്ട കോടികൾ അവിടെ തനിയെ വളരുന്നുണ്ട്. നിങ്ങൾ ഒരു കപ്പലിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് തിരമാലകൾക്കൊപ്പം ഒഴുകി നീങ്ങുന്നതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ നിക്ഷേപം അതിന്റെ വഴിക്ക് ഒഴുകി ലക്ഷ്യസ്ഥാനത്തെത്തും. പലർക്കും തോന്നുന്ന ഒരു സംശയം, തുടക്കത്തിൽ ഇത്ര വലിയ തുക എവിടെ നിന്ന് കിട്ടുമെന്നതാണ്. എല്ലാവർക്കും 10 ലക്ഷം രൂപ ഒറ്റയടിക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവിടെയാണ് പ്ലാനിങ്ങിന്റെ പ്രാധാന്യം. നിങ്ങളുടെ 20കളിൽ പരമാവധി സേവിങ്സ് വർദ്ധിപ്പിക്കുക. ആഡംബരങ്ങൾ കുറച്ച് വലിയ തുകകൾ SIP വഴി നിക്ഷേപിക്കുക. ഒരിക്കൽ നിങ്ങളുടെ ലക്ഷ്യത്തിലുള്ള ആ ഒരു കോസ്റ്റ് നമ്പർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഇതിനെ ഒരു മൈൽ സ്റ്റോൺ ആയി കാണുക. ആ തുകയിലെത്തിയാൽ പിന്നെ റിട്ടയർമെന്റ് ടെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സാധാരണ ഫയർ രീതിയിൽ നമ്മൾ പലപ്പോഴും ഒന്നിനും പണമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച് പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കും. എന്നാൽ കോസ്റ്റ് ഫയർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്താനാണ് സഹായിക്കുന്നത്. നിങ്ങൾ സമ്പാദിക്കുന്ന പണം അന്നത്തെ സന്തോഷങ്ങൾക്കും യാത്രകൾക്കും കൂടി ഉപയോഗിക്കാൻ ഇവിടെ സാധിക്കും. കാരണം റിട്ടയർമെന്റ് എന്ന വലിയ ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വില്ലനുണ്ട്. അത് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പമാണ്. ഇന്നത്തെ 3 കോടി രൂപയല്ല, 30 വർഷം കഴിയുമ്പോഴുള്ള 3 കോടി. സാധനങ്ങളുടെ വില കൂടുമ്പോൾ പണത്തിന്റെ മൂല്യം കുറയും. അതുകൊണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് തുക നിശ്ചയിക്കുമ്പോൾ പണപ്പെരുപ്പം കൂടി കണക്കിലെടുക്കണം. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ട തുക ഇന്നത്തെ കണക്കിനേക്കാൾ കുറച്ചുകൂടി വലുതായിരിക്കണം എന്ന് ചുരുക്കം. 2026 ഈ കാലഘട്ടത്തിൽ ജീവിത ചെലവ് കൂടുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് കണക്കുകളിൽ എപ്പോഴും ഒരു മുൻകരുതലും നല്ലതാണ്. കോസ്റ്റ് ഫയർ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങൾ ചെയ്യണം. 1. നിങ്ങളുടെ കടങ്ങൾ തീർക്കുക. ലോണുകൾ നിലനിൽക്കുമ്പോൾ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ബുദ്ധിയല്ല. 2. ഒരു എമർജൻസി ഫണ്ട് കരുതുക. കുറഞ്ഞത് 6 മാസത്തെ ചെലവിനുള്ള പണം കയ്യിൽ വേണം. 3. കൃത്യമായി ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. ഈ 3 കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ കോസ്റ്റ് ഫയർ യാത്ര തുടങ്ങാം.
പലരും ചോദിക്കാറുണ്ട് ഇതിന് ഏത് തരം ഫണ്ടുകളാണ് നല്ലതെന്ന്. സാധാരണയായി ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളോ ലാർജ് ക്യാപ് ഫണ്ടുകളോ ആണ് പലരും തിരഞ്ഞെടുക്കാറുള്ളത്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മിഡ് ക്യാപ് ഫണ്ടുകളും പരിഗണിക്കാം. എന്നാൽ ഏത് ഫണ്ട് തിരഞ്ഞെടുക്കാം എന്നത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണം. നിങ്ങളുടെ പ്രായം എത്രയായാലും ഈ രീതി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. 20കളിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലതെങ്കിലും 30കളിലും 40കളിലും ഉള്ളവർക്ക് ഈ വലിയ തുകകൾ നിക്ഷേപിച്ചുകൊണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് എത്താം. പണം ചെലവാക്കുന്നതിനേക്കാൾ സന്തോഷം അത് വളരുന്നത് കാണുന്നതിലാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. ജോലി എന്നാൽ ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ട ഒരു ശിക്ഷയല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഉപകരണം മാത്രമാകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക. നന്ദി.